മാർ ബോസ്കോ പുത്തൂരിനെതിരെ ഉന്നതതല അന്വേഷണം നടത്തുവാൻ വത്തിക്കാനോട് ആവശ്യപ്പെടുമെന്ന് വൈദികർ. എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയുടെ 16 ഫൊറോനകളിലും നോമ്പുകാലത്തെ മാസധ്യാനത്തിൽ നടന്ന ചർച്ചകളിൽ അതിരൂപതയിലെ പ്രശ്നങ്ങൾ തീർക്കുവാൻ കാര്യമായി പ്രവർത്തിക്കാതെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിനെയും അതിരൂപത വികാരി ജനറൽ മാർ ജോസഫ് പാംബ്ലാനിയെയും ശക്തമായി വൈദികർ വിമർശിച്ചു. മിക്ക ഫൊറോനകളിലും ചില അടിയന്തര പ്രമേയങ്ങൾ പാസാക്കി. ഒന്ന്, ക്രിമിനൽ കൂരിയായെ നിയമിച്ചതിലെ കാനോനിക നിയമലംഘനങ്ങൾ ഉൾപ്പെടുത്തി സഭാപരമായി തന്നെ വൈദികർ പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതിക്ക് മാർ ബോസ്കോയോ മാർ റാഫേൽ തട്ടിലോ മാർ പാംബ്ലാനിയോ ഇതുവരെ മറുപടി നൽകിയിട്ടില്ല. എന്നാൽ റോമിൽ നിന്നും ലഭിച്ച മറുപടിയിൽ കൂരിയ നിയമനം പൂർണ്ണമായും മാർ റാഫേൽ തട്ടിലിന്റെ അധികാരത്തിലാണെന്നും അദ്ദേഹമാണ് പരാതിക്ക് പരിഹാരം ഉണ്ടാക്കേണ്ടതെന്നും അറിയിച്ചിട്ടുണ്ട്. കാനോനിക നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് ഇടവകകളിൽ ഭിന്നത സൃഷ്ടിക്കുകയും വൈദികരെ പീഡിപ്പിക്കുകയും ചെയ്യുന്ന കൂരിയായെ എത്രയും പെട്ടെന്ന് മാറ്റണമെന്ന് അതിരൂപതയിലെ 428 വൈദികർ ഒപ്പിട്ട് ആവശ്യപ്പെട്ടിട്ടും അതിനെ അവഗണിച്ച് മുന്നോട്ടു പോകുന്ന മാർ തട്ടിലിന്റെയും മാർ പാംബ്ലാനിയുടെയും അതിരൂപത ഭരണരീതിയെ ഒന്നടങ്കം അപലപിക്കുന്നു. ഫാദർ ജോഷി പുതുവയുടെ നിയമനം CCEO കാനൺ ലോ 253 ലംഘനമാണ്. ഫാദർ സൈമൺ പള്ളുപേട്ടയുടെ നിയമനം CCEO കാനൺ ലോ 934(2), CCEO കാനൺ ലോ 262 എന്നിവയുടെ ലംഘനമാണ്. ഫാദർ ജേക്കബ് പാലക്കപ്പള്ളിയുടെ നിയമനം CCEO കാനൺ ലോ 247 ലംഘനമാണ്. ഈ കൂരിയായെ മാറ്റാതെ യാതൊരുവിധ ചർച്ചകൾക്കോ പരിഹാര മാർഗങ്ങളോ സ്വീകരിക്കുന്നതല്ല. 2, എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയിലെ വൈദികരെ ശിക്ഷിക്കാൻ വേണ്ടി ഡിസംബർ 18, 2024 സ്ഥാപിച്ചു എന്ന് പറയപ്പെടുന്ന സ്പെഷ്യൽ ട്രിബ്യൂണലിനെ അംഗീകരിക്കില്ല എന്ന് വളരെ നേരത്തെ തന്നെ കാര്യകാരണ സഹിതം വൈദികർ ഒന്നടങ്കം എഴുതി അറിയിച്ചതാണ്. പ്രസ്തുത ട്രിബ്യൂണലുമായി യാതൊരു വിധത്തിലും സഹകരിക്കില്ലെന്ന് വീണ്ടും അറിയിക്കുന്നു. 3, മാർ ബോസ്കോ രാജിവെക്കുകയും ആ രാജി മാർപ്പാപ്പ സ്വീകരിക്കുകയും ചെയ്തതിനു ശേഷം മാർ ബോസ്കോ പുത്തൂർ നടത്തിയ ക്രിമിനൽ കൂരിയായുടെ നിയമനം, വൈദികരുടെ സസ്പെൻഷൻ, അഡ്മിനിസ്ട്രേറ്റർ നിയമനങ്ങൾ തുടങ്ങിയവ പ്രതികാര നടപടികളാണ്. ഒരു മെത്രാനിൽ നിന്നും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഇത്തരം അധാർമികമായ അധികാര ദുർവിനിയോഗത്തിനെതിരെ റോമിനോട് ഉന്നതതല അന്വേഷണം ആവശ്യപ്പെടാൻ യോഗം തീരുമാനിച്ചു. 4, മാർ ആൻഡ്രൂസ് താഴത്ത് അതിരൂപതയ്ക്കെതിരെ മാർപ്പാപ്പയ്ക്ക് എഴുതി നൽകിയ നുണകളെക്കുറിച്ച് വൈദികരും വിശ്വാസികളും അന്വേഷണം ആവശ്യപ്പെട്ടിട്ടും അതിന് തയ്യാറാകാതിരിക്കുകയും അതിരൂപതയ്ക്ക് ഈ വിഷയത്തിൽ നീതി ലഭിക്കുവാൻ ചെറുവിരൽ പോലും അനക്കാതിരിക്കുകയും ചെയ്യുന്ന മാർ റാഫേൽ തട്ടലിന്റെയും മാർ പാംബ്ലാനിയുടെയും അനാസ്ഥയെ അപലപിക്കുന്നു. റോമിനോട് ഈ വിഷയത്തിലും അന്വേഷണം ആവശ്യപ്പെടുവാൻ യോഗം തീരുമാനിച്ചു. 5, അതിരൂപതയിൽ വൈദികരുടെ അവകാശമാണ് മെത്രാൻമാർ അവരെ കേൾക്കുക എന്നത്. വൈദികരുടെ ഔദ്യോഗിക യോഗമായ പ്രസ്ബിറ്ററിയം വിളിക്കുവാൻ വൈദികർ ഒന്നടങ്കം എഴുതി ആവശ്യപ്പെട്ടിട്ടും മാർ ബോസ്കോ അതിന് തയ്യാറായില്ല. മാർ തട്ടിലും മാർ പാംബ്ലാനിയും അതേ രീതിയാണ് ഇന്നുവരെ പിന്തുടരുന്നത്. ഉടൻ പ്രസ്ബിറ്ററിയം വിളിക്കണമെന്നും യോഗം മെത്രാൻമാരോട് ആവശ്യപ്പെടുന്നു.